Go kayaking, go! ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. ഞാൻ കഴിക്കുന്നത് ഇത് കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പോളണ്ടിൽ നിന്ന് സ്വാഗതം പറയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്യുന്നത് ഒരു മലയാളി പയ്യനാണ് കേട്ടോ. എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു, അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടില്ല. ആ പയ്യൻ നല്ലൊരു സ്നേഹമുള്ള പയ്യൻ കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അന്ന് ലേറ്റായി, അവൻ്റെ അടുത്ത് വന്ന് സ്റ്റേ ആണെന്ന് വിചാരിച്ചു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര വെൽക്കമിങ്. അങ്ങനെ അവൻ്റെ അടുത്ത് വന്നു, ഞാൻ സ്റ്റേ ചെയ്തു. 2 ദിവസം കഴിഞ്ഞു. ഇതിനിടയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. ഇതിനിടയിൽ വന്നപ്പോൾ ബെലാറസ് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ബെലാറസ് വിസ എനിക്ക് കിട്ടിയില്ല. വിഷമിച്ച് ഞാൻ ഇവിടുത്തെ വാർസോവിലെ പോളണ്ടിലെ വലിയ നദിയായിട്ടുള്ള വിറ്റ്സുല നദിക്കരികിലിരുന്നു. നദിയിൽ നോക്കിയപ്പം ആരൊക്കെ കയാക്ക് പോകുന്നു. അപ്പം അവിടെ ഇട്ട് ഓട്ടിച്ച് കളിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ കയാക്ക് കൊടുത്ത് ഇവിടെ നിന്ന് അവിടം വരെ പൊക്കിവിടാം. ആദ്യം വിചാരിച്ചത് ഇവിടെ നിന്ന് നോർവേ അങ്ങോട്ട് പോകാനാണ്, കടൽ ക്രോസ് ചെയ്ത് പോകാനാണ്. അപ്പം അത് കുറച്ച് പാടാണ്, ആദ്യം കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ നിന്ന് 500 കിലോമീറ്റർ താണ്ടി വാർസോയിൽ നിന്ന് ഗിഡാൻസ്ക് എന്ന് പറയുന്ന ബാൾട്ടിക് സീയുടെ അരികിലുള്ള നഗരം വരെ ഈ കാണുന്ന ഒരു കയാക്കിൽ പോകാന്നുള്ള ഒരു ആശയം വന്നു. അതിനു വേണ്ടി പ്രയത്നിച്ചു. 2-3 ദിവസത്തിനകം ഓക്കെ ആയി. ഇതിന് ശേഷം ഞാൻ വെറുതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പം, മലയാളി ഫഹീം, അവൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവൻ ഭയങ്കര അവൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവൻ എടുത്ത ഓക്കെ എന്ന് പറഞ്ഞ ഒരു ടീമാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കയാക്ക് വാങ്ങിച്ചു. കയാക്കിന് ഏകദേശം നാട്ടിലെ 70,000 രൂപ അടുപ്പിച്ചുണ്ട്. കയാക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇന്നലെ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഓഫർ, 10% ഓഫർ കിട്ടുമെന്ന്. അതായത് 7,000 രൂപ അടുപ്പിച്ച് ഓഫർ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പൊട്ടിച്ചില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് വേറെ ഓഫറിനുള്ളത് ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ സെയിം സാധനം വീണ്ടും തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് പ്ലാന്. ഒരു 7,000 ലാഭിക്കാൻ വേണ്ടി അത് പൊട്ടിക്കാതെ തിരിച്ചു കൊടുത്തിട്ട് ഫുൾ റീഫണ്ട് വാങ്ങിച്ചിട്ട് ഈ സാധനം ഓഫറിലുള്ളത് വാങ്ങും. അപ്പോൾ 7,000 രൂപ ലാഭം കിട്ടും. അപ്പോൾ ഫഹീമാണ് വരേണ്ടത്. ഫഹീം രാവിലെ, എനിക്ക് പൊതുവെ 6 മണിക്ക് എക്സ്പെഡീഷൻ ഒക്കെ തുടങ്ങുമ്പോൾ ഒരു 6-7 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ബട്ട് ഫഹീമിൻ്റെ ഒരു കൺസിഡറേഷന് വേണ്ടി ഞാൻ അത് 9 മണിയാക്കി. ഫഹീം കിടന്നുറങ്ങി ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 12 മണിയായിട്ട് ഫഹീം വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ വലിയൊരു തെറ്റായി പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയതാണ്. ഞാൻ ഫഹീമിൻ്റെ ഇപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു, ഞാൻ നിന്നെ ചൂസ് ചെയ്തത് തെറ്റായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ വെറുതെ പറഞ്ഞാൽ വേണ്ട, പാവണം ഫഹീം പോവാണ്. അപ്പോൾ ഞാൻ യാത്രയ്ക്ക് ഇറങ്ങുവാണ്. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം വേണം. ഫഹീം വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. ഈ കാണുന്നതാണ് ഞാൻ വാങ്ങിച്ച ഡെക്കാത്ലോണിന്റെ സാധനം. ശരി, രാവിലെ എന്നെ പിസ്റ്റാക്കി കേട്ടോ ഇവൻ. രാവിലെ എന്റെ മൂഡ് കളഞ്ഞവനാണ്. അലാറം വെച്ച് എന്തൊക്കെ പണിയെന്ന് അറിയാം. 2 മണിക്കാണ് കടന്നുറങ്ങിയത്. കാരണം കൊറേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഡെക്കാത്ലോണിൽ പോ. ഈ സാധനം വാങ്ങിച്ചിട്ട് ഒരു 5,000 രൂപ 7,000 രൂപ അടുപ്പിച്ച് കുറയാൻ വേണ്ടി ഇതിനെ കൊടുക്കുവാണ് കേട്ടോ. കൊടുത്തിട്ട് വീണ്ടും വേറെ വാങ്ങുവാണ്. അതിനുവേണ്ടി 1 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു 1 ദിവസം കൊണ്ട് എനിക്ക് എന്തായാലും 7,000 രൂപ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല എൻ്റെ ഈ യൂട്യൂബിലൊന്നും. അപ്പോൾ എന്തിനാ 1 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. സാധനം പൊട്ടിച്ചോലുമില്ല, അതുകൊണ്ട് നമ്മളിവിടെ റിട്ടേൺ കൗണ്ടറിൽ വന്നു. കാരണം എനിക്കൊരു നമ്മളിവിടെ വന്ന് സാധനം കൊടുത്തു, 7,000 ലാഭം കഴിക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് വാങ്ങുന്നത് എനിക്കൊരു ഇതാണ് കേട്ടോ. പക്ഷേ ഈ യൂറോപ്യൻകാരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അവർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല. ഇവിടെ എന്നാലും എനിക്കൊരു ചമ്മല് കേട്ടോ, മനസ്സിലായില്ലേ? ചമ്മലൊന്നുമില്ല, നമ്മളിതന്നെ വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചമ്മലൊന്നുമില്ല. അപ്പോൾ പൈസ ലാഭമായില്ലേ? പോളിസിന്റെ ഭാഗമാണ്. സോ അതെ, നമ്മൾ പോളിസി യൂസ് ചെയ്യുന്നു. വി ആർ സ്ട്രൈറ്റ് ഫോർവേഡ്. അതെ, അങ്ങനെ ഇന്ന് നമ്മുടെ കയാക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ഹോസ്റ്റ്, എൻ്റെ ചെറുക്കൻ ജോലി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ജോലി? നീ എത്ര വർഷമായി ഇവിടെ? 1.5 വർഷമായി. ഇവനാണ് കേട്ടോ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഇനി വീട്ടിലോട്ട് പോവാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ വന്നു. ചേട്ടനെ കാണിക്കാമല്ലോ വീഡിയോയില്? അത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മറ്റൊരു ചേട്ടൻ്റെ പേരെന്താ? ലിനോയ്. എവിടെ സ്ഥലം? കൊച്ചി. കഴിഞ്ഞ ദിവസം ചേട്ടന്റെ ബെഡ് ഞാൻ എടുത്തു കേട്ടോ. സോറി കേട്ടോ, ചേട്ടന്റെ ബെഡൊക്കെ യൂസ് ചെയ്തു. എന്ത് സന്തോഷം ചേട്ടൻ എന്നല്ല പറയാ. ഞാൻ വന്ന് ഇവിടെ കിടന്നില്ലേ, അതിലും വലിയ സന്തോഷം ഉണ്ടോ എന്ന് ആക്കിയതാണല്ലേ. എനിക്ക് ചിക്കൻ പൊരിച്ചത് ഇന്നലെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ്ട് ഇവിടെ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കിക്കുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ല. ചിക്കൻ പൊരിച്ചത് ഇതൊക്കെ എന്താ
അങ്ങനെ അടുത്ത ദിവസമായി ഞാൻ ഡെക്കാത്തലോണിൽ വന്നു. നമ്മുടെ സാധനം വന്നപ്പോൾ വേറെ കോലത്തിലാണ് കേട്ടോ വന്നത്. ഇതിലെന്ത് പ്രശ്നമുണ്ടോ? ഇതിലിനിയിപ്പം ബാഗൊന്നും ഇല്ലേ എന്തോ. ഇങ്ങനെയാണ് അവർ വന്നത് കേട്ടോ. ബോക്സ് എന്താണ് സംഭവം എന്ന് നോക്കട്ടെ. പെട്ടി പൊട്ടിക്കുകയാണ്. അതിൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ഓൻ്റെ ഐറ്റം. എൻ്റെ ചെറിയ ഒരു 800 സ്ലോട്ടിൻ്റെ സാധനം കേട്ടോ. ഒരു ഞാൻ വാങ്ങിച്ചത് ഫ്യൂച്ചറിന് വേണ്ടി, അവൻ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. നമ്മളത് കയാക്കും കൊണ്ട് ഡെക്കാത്തലോണിൽ നിന്ന് ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് ക്യാമ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ക്യാമ്പിംഗ് ഏരിയ അല്ല, നമ്മുടെ റിവർ പോയിന്റ് ആണ്. അവിടെ ഉള്ള പാർക്കിംഗ് ഏരിയ. ഇവിടെ കണ്ടില്ലേ, ക്യാമ്പർ വാനൊക്കെ ഇട്ട് ആൾക്കാർ കൊണ്ടുവന്ന് കിടക്കുന്നു. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പോർട്ടബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ്. നമ്മുടെ പുഴക്കരികിലോട്ട് നടന്ന് നീങ്ങുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വിറ്റ്സല നദി. നമ്മുടെ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സൈക്കിളിൽ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ സൺബാത്തിനൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടോ. നല്ല വെയിലുണ്ട്. അവിടെ ഒരു പഴയൊരു ചെറിയൊരു ബോട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇടയിൽ നമ്മുടെ കയാക്കിങ്ങിന് വേണ്ടി, കയാക്കിൻ്റെ ചിലവിന് വേണ്ടി ഒരു ഭാഗത്ത് ചിലവ് നമ്മുടെ അടിപൊളി ബ്രാൻഡാണ് കേട്ടോ നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഫഹീമിനാണ് ഭാഗ്യം. ഞാനിത് കുടിക്കൂല. സ്പോൺസർഷിപ്പ് ഇല്ല, സ്പോൺസർഷിപ്പ് ഉണ്ടല്ലോ, ഇത് കുടിക്കാമല്ലോ. അത് മതിയല്ലോ. കാരണം ഞാനാണല്ലോ പരസ്യം കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് സ്പോൺസർഷിപ്പ്. ഫഹീമിന് ഇത് ഫുള്ള് കുടിക്കാം കേട്ടോ. ഞാനിത് ഒന്നുപോലും കുടിക്കൂല. നോക്കിക്കേ, ഡെയിലി ഓരോന്ന് വെച്ച് കുടിക്കാം. നീ വരുമ്പോ 2 കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് പറഞ്ഞേ. വൈന് 10-20 kg ഉള്ള സാധനം, 19 kg ഉള്ള സാധനം എടുത്ത് എന്ത് കൂളായിട്ടാ പോകുന്നത് നമുക്ക്. ഈ ഉണ്ട് കേട്ടോ അതിനെ, ഈ ഉണ്ട്. ഈ ഒരു കൈവേറി തന്നെ പറയാ. അയ്യോ, ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 10-20 കിലോ, 19 കിലോയും പൊക്കിക്കൊണ്ടാ പോകുന്നത്. ഇപ്പോഴാണ് ഒരു ത്രില്ല് വന്നത്. വെരി എക്സൈറ്റിംഗ്, വെരി. ആ പുഴ കണ്ടപ്പോഴാണ് ഒരു ത്രില്ല് വന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ഈ ട്രിപ്പിന് പോകണമല്ലോ. അപ്പം ഞാൻ ആമസോണിൽ പോയത് ഇന്നലെ ആലോചിച്ചു. അപ്പം എനിക്കിങ്ങനെ തോന്നി, ഞാൻ എങ്ങനെയാ ഒരു ഇതും ചിന്തിക്കാതെ അങ്ങ് ആമസോണിലൊക്കെ പോയെന്ന്. എൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൗഡ് തോന്നി കേട്ടോ. ഇന്നലെ രാത്രി ചിന്തിച്ചപ്പോൾ രാവിലെ കുറച്ച് മൂഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ പുഴ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് വന്നു. അതെ, എനിക്കും ഇപ്പാണ് നമ്മൾ എന്തൊക്കെയോ വലിയെന്തോ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു സാധനം എനിക്കും ഒരു ഇതായിട്ട് വന്നത്. നോക്കാം നമുക്ക്, അല്ലേ മൈനെ? നമ്മളിവിടെ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യണം. നമ്മുടെ പാല്, പിന്നെ കുറച്ച് സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കുറച്ച് നട്ട്സ്, കയാക്ക്, ഇത് ഫഹീമിൻ്റെ കയാക്ക്, പിന്നെ ലൈഫ് ജാക്കറ്റ് നല്ല പൈസ കേട്ടോ. ഈ ലൈഫ് ജാക്കറ്റിന് 5000 രൂപയായി. ബ്രാ പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല വില ഉണ്ട് കേട്ടോ. കറക്റ്റ് കണ്ടില്ലേ, നമ്മുടെ സാധാരണ ഒരു ടിപ്പിക്കൽ. കാരണം കയാക്ക് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഇത് തന്നെ ഇടണം. കാരണം നമ്മൾ കൂടുതൽ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾക്ക് അത് അസ്വസ്ഥമാവും ഇതുപോലത്തെ ഉള്ള ഒരു ലൈഫ് ജാക്കറ്റ് ആണെങ്കിൽ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിലാകുമ്പോൾ കുറച്ച് പോക്കറ്റും ഉണ്ട്. ഫഹീം വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കയാക്ക് കഥ 2 നീളത്തിലോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത് ഫഹീമിൻ്റെ കയാക്ക്. എൻ്റെ കയാക്ക് കാണുമ്പോൾ ഒരു ചുണ്ടൻ വള്ളം പോലെ ഉണ്ടല്ലേടാ? കറക്റ്റ് ഒരു ചുണ്ടൻ വള്ളം അല്ലേ? കിടന്നു പോവാ എനിക്ക്. നിനക്ക് ഇരുന്ന് പോവാ, എനിക്കിവിടെ കിടന്നു പോവാം കേട്ടോ ഈ വെള്ളത്തിൽ. അങ്ങനെ പോളണ്ടിലെ വിറ്റ്സല നദി കൂടെയുള്ള കയാക്കിംഗ് ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഒരു കയാക്ക് വാങ്ങിച്ചു. കയാക്കിൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്, 2 സീറ്റ്, നമ്മുടെ ഷീൽഡ്, പൗച്ചുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കയാക്ക്. ഈ കാണുന്നതാണ് സാധനം. കയാക്ക് വാങ്ങിച്ചെന്നേ ഉള്ളൂ. കാറ്റടിക്കുന്ന ഹോൾ എവിടെയെന്ന് പോലും അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ മുക്കും പൂലയും ഒന്നും അറിഞ്ഞൂടാ. ആകെ 1 മണിക്കൂർ കടലിലും 1 മണിക്കൂർ മുമ്പ് കായലിലൊക്കെ കയാക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ കിടന്ന് കാറ്റടിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. എൻ്റെ
ചുണ്ടൻ വള്ളം റെഡി ആവുകയാണ് കേട്ടോ. ഇവിടെ നീളമുണ്ട് കേട്ടോ, ഭയങ്കര നീളം ഈ സാധനത്തിന്. ഇതിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പമ്പായതുകൊണ്ട് ഇതിൽ എത്ര പ്രഷർ അടിക്കണം ആ പ്രഷർ അതിൽ അവിടെ കാണിക്കും. അവിടെ ഒരു ഇതുണ്ട് കണ്ടോ. ഞാനിവിടെ സീറ്റ് ഉണ്ടാക്കി. എനിക്ക് 2% ഇതാണല്ലോ, അപ്പോൾ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്. ഞാൻ 2 കുഷന് വേണ്ടി 2 സെറ്റ് ചെയ്തു കേട്ടോ. അവൻ ഓൾറെഡി കുഷനും നല്ല കുഷൻഡ് ആയിട്ടുള്ള സീറ്റ്. ഇങ്ങനെ ഒരു മാളിക പണിയുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ കയാക്കിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ലൈഫ് ജാക്കറ്റ്, ഇവിടെ കുറച്ച് സാധനങ്ങൾ, ബാക്കി എൻ്റെ സാധനങ്ങൾ. ഇത് പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നടുക്ക് ഹെവി ലഗേജുകൾ വരണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ലഗേജുകൾ വെക്കണം. നടുക്കാണ് ലഗേജ് കൂടുതൽ വെക്കേണ്ടത്. ഇത് 2 പേരുടെ പെർസെൻ്റാണ്. പക്ഷേ എക്സ്പെഡീഷന് പോകുമ്പോൾ നമ്മൾ 2 ബോർഡ് വാങ്ങിച്ചിട്ട് ഒരാൾ പോകണം, അല്ലെങ്കിൽ ഒരാളുടെ നല്ല നീളമുള്ള ലീനിയർ ഒരാളുടെ കിട്ടും എക്സ്പെഡീഷനുള്ള, അത് വാങ്ങിച്ചിട്ട് അതിലൊരാളും സാധനം വെച്ചിട്ട് പോകണം. പിന്നെ ഞാൻ പുതിയ ക്യാമറ എടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ ആക്ഷൻ 5 ആയിരുന്നു. ആക്ഷൻ 5 വെള്ളത്തിൽ പോയി ആമസോണിൽ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചു. പുതിയത് ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കയാക്കിൻ്റെ ഫ്രണ്ട് ഞാൻ ഇരുന്ന് റോ ചെയ്യുമ്പോൾ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈമേ സെറ്റല്ലേ? അങ്ങനെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ യാത്ര എങ്ങനെ എത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു കൺസേൺ, നമ്മളിനി ഒരുമിച്ച് യാത്രക്കിടയിൽ അടി കൂടുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പറയുമ്പോൾ നമുക്ക് 2 പേർക്ക് 2 അഭിപ്രായമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഫൈമിൻ്റെ അടുത്ത് റൂള് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങി, അല്ലേ ഫൈമേ? നമ്മൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാ. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പാർട്ണറാവോ ഇല്ലയെന്നല്ലേ. അപ്പോൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ യാത്രയ്ക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടും സ്പോൺസർഷിപ്പ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പോൺസർഷിപ്പ് എടുത്ത് യാത്ര ചെയ്യുന്നത്. അത് അനിവാര്യമാണ്, ആവശ്യമാണ് കേട്ടോ ഇപ്പം. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും നാളും സ്പോൺസർഷിപ്പിലൊക്കെ യാത്ര ചെയ്യാമായിരുന്നു. മംഗോളിയയിൽ ഒരു കുതിര വാങ്ങാൻ വേണ്ടി 10-50,000 എല്ലാം കൂടെ ആയി. അപ്പോൾ ഒരു കുതിര സ്പോൺസർഷിപ്പ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് കയാക്കിങ്ങിന് സ്പോൺസർ ആയത് 3 ടീമുകളാണ്. ഒന്ന് നമ്മുടെ അടിപൊളിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ അടിപൊളി എന്ന് പറയുന്നത് ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കാണ്. 100% റിഫ്രഷ്നെസ് വരുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. വാ, സ്വയം എങ്ങനെ ഉണ്ടെന്നാ? വാവ്, നല്ല രസമുണ്ട്. ഒന്നാമത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. എന്താ ഒരു അറിയണ്ടോ? ഇവൻ കളിയായിട്ട് പറഞ്ഞതല്ല, ഇവ നേരത്തെ കുടിച്ചായിരുന്നു കേട്ടോ. നല്ലൊരു സാധനം തന്നെയാണ്. ബട്ട് എനിക്ക് ഇതിൻ്റെ ഇങ്ങനെ ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ അടിപൊളിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്പോൺസർഷിപ്പ് ടീം അടിപൊളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ UK അവൈലബിൾ ആണ്. UK അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും അടിപൊളി അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹിച്ചക്കിംഗ് നൊമാഡിൻ്റെ വീഡിയോയിൽ കണ്ടതാണ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കയാക്കിംഗ് ട്രിപ്പിനുള്ള ഒരു സ്പോൺസേഴ്സ് ഇവരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ UK സ്റ്റുഡൻസ് സ്റ്റഡി അബ്രോഡ് ചെയ്യുന്ന നമ്മുടെ റോഷൻ ബ്രോയാണ്. നമ്മുടെ സ്റ്റഡി റിപ്പബ്ലിക്കാണ് രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ എന്ന് ചെയ്യുന്നത്. സ്റ്റഡി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് UK യൂറോപ്പിലോട്ടൊക്കെ വിദേശ പഠനത്തിന് MBAയോ മെഡിസിനോ കാര്യങ്ങളോ എന്തൊക്കെ പഠിക്കുവാണെങ്കിലും അതൊക്കെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരുന്ന സ്റ്റഡി റിപ്പബ്ലിക്കാണ്. സ്റ്റഡി റിപ്പബ്ലിക് ഏകദേശം 1000-ലധികം സ്റ്റുഡൻസിനെ ഓൾറെഡി ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോഷൻ ബ്രോ, താങ്ക് യു ഫോർ ദ സ്പോൺസർഷിപ്പ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ഡിലൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ യാത്രകളിലൊക്കെ നമ്മുടെ ഫ്രോസൺ ഫുഡ്, നമ്മൾ സ്പെഷ്യലി ഈ ഒരു ട്രിപ്പിന് തന്നെ നമുക്ക് ഫ്രോസൺ ഫുഡ് ആവശ്യമാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനകം നമ്മുടെ ഫ്രോസൺ ഫുഡ് ഇവിടെ വരും. നമുക്ക് ആഹാരം പാകം ചെയ്ത് കഴിക്കാനും. ഇപ്പോൾ നമ്മൾ UK നിൽക്കുന്നവർക്കെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് എല്ലാം കിട്ടണമെന്നില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുക, കേരള ഡിലൈറ്റ്സിൻ്റെ ഫ്രോസൺ ഫുഡ് എടുക്കുക, അത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാം. അത് ഇനിയിപ്പോൾ യൂറോപ്പിലും അവൈലബിൾ ആവാൻ വേണ്ടി പോവാണ്, കാനഡയിലും അവൈലബിൾ ആവാൻ വേണ്ടി പോവാണ്. കാനഡയിലും യൂറോപ്പിലൊക്കെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ എന്തെങ്കിലും ബിസിനസ് എൻക്വയറി ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കേരള ഡിലൈറ്റ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. കേരള ഡിലൈറ്റ്സ് പല രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കേരള ഡിലൈറ്റ്സ് ആണ് നമ്മുടെ 3ാമത്തെ സ്പോൺസർഷിപ്പ്. 4ാമത്തെ സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. 4ാമത്തെ സ്പോൺസർഷിപ്പ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോനമാഡിഗോ ആണ്. ഗോനമാഡിഗോ എന്ന് പറയുന്നത് ഹിച്ചക്കിംഗ് നൊമാഡിൻ്റെ ഒരു ട്രാവൽ കമ്പനിയാണ്.
അതിൽ നിന്നുള്ള ലാഭം കൂടി കിട്ടിയിട്ടാണ് ഞാൻ തന്നെ സ്പോൺസർ. അതുകൊണ്ട് അപ്പൊ ഗോനവാടിക്കോ ട്രാവൽ കമ്പനിയാണ് 4ാമത്തെ സ്പോൺസർ. പിന്നെ സ്പോൺസർ ആരും ഇല്ല തൽക്കാലം. അപ്പൊ 5ാമത്തെ സ്പോൺസർഷിപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ട്രിപ്പ് ട്രയാങ്കിൾ ഫൈമിന്റെ ഒരു ട്രാവൽ കമ്പനി ഉണ്ട്, ട്രിപ്പ് ട്രയാങ്കിൾ കേട്ടോ. പാല് ട്രിപ്പ് ട്രയാങ്കിൾ കുക്കിംഗ് സെറ്റ്. അതെ, ബാക്കിയെല്ലാം എൻ്റെ കേട്ടോ, ബാക്കിയെല്ലാം ഗോനവാടി കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പരിപാടി. ഫൈമ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ 15 ദിവസം, 10 മുതൽ 15 ദിവസം അത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വാർസോ, പോളണ്ടിന്റെ തലസ്ഥാന നഗരി. എൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബാൾട്ടിക് സീ. അതിൽ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. 500 കിലോമീറ്റർ നമ്മൾ ഡെയിലി 30-40 കിലോമീറ്റർ വെച്ച് യാത്ര ചെയ്യാനാണ് പ്ലാന്. അതിനിടയിൽ വരുന്ന ചില തടാകങ്ങൾ, ചില ലേക്കുകൾ സ്കിപ്പ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ റോഡിൽ കൂടെ പോകാനും ചാൻസ് ഉണ്ട്. കാരണം ട്രെയിന് ത്രൂ നമ്മൾ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം അത് എന്ന് വെച്ചാൽ ഒരു സർക്കിളാണ്, പിന്നെ ഭയങ്കര കൺവീനിയന്റ് ആണ് നമുക്കും കൂടി അത് അതിലോട്ട് പോകാൻ. പക്ഷെ ഇതൊക്കെ നമുക്ക് എടുത്ത് പിന്നെയും തിരിച്ച് പാക്ക് ചെയ്ത് എങ്ങനെ പോകും എന്നുള്ളതാണ് അടുത്തൊരു റിസ്ക്. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തായാലും സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഇതുവരെ. കാരണം നമ്മളെ ടയർഡ്നെസ്സിനെ മാത്രമേ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ സെറ്റാണ്. കാരണം റിവർ നേരെ കിഡാൻസ്കിലെ വരെ പോകുന്ന റിവറാണ്. സോ അത് ഒറ്റ ഇത് പിടിച്ച് പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. അപ്പൊ നമ്മളെന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും പറ്റുന്ന അത്ര 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ എത്തണം. എനിക്ക് 10 ദിവസം കൊണ്ട് എത്തണമെന്നുണ്ട് ആക്ച്വലി. കാരണം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് വേറെ ക്രൂഷ്യൽ ആയിട്ടുള്ള റിവറുകൾ എനിക്ക് ചെയ്യണം. മാത്രമല്ല പിന്നെ ഒരു ബിഗ് താങ്ക്സ്. ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഫഹീം ഒരു ഇത് നോക്കിയില്ല, ഉടനെ തന്നെ പറഞ്ഞു, ഒറ്റ മൈൻഡിൽ വന്നു. ഞാൻ അത്ര ഒറ്റ മൈൻഡല്ല കേട്ടോ. പല ആൾക്കാരും പറയും ഞാൻ എടുത്തു കാടും. അല്ല, ഡിക്കാത്തലോണില് അത് വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഞാനും ലൈക്ക് ഇത് ഓണായി എന്നുള്ള ഒരു മൂഡിലേക്ക് എത്തിയത്. അതുവരെ ഞാനും വെറുതെ പറയാണ് എന്നുള്ളൊരു രീതിക്കായിരുന്നു. കാരണം ഇവൻ ബലാറസ്, കാരണം ഇവനും അത് പ്ലാൻ ചെയ്ത് വന്നതല്ല. ഇതിപ്പോ പ്ലാൻ ചെയ്ത് വന്നായിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു ഇറങ്ങും എന്നുള്ളത്. ഇവന് ബലാറസ് പോകേണ്ട, ഓന് വിസ റിജക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഓൻ്റെ ഒരു ഒറ്റ ബുദ്ധിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് വിസ്റ്റില റിവറിൽ മറ്റേ ബാൾട്ടിക് സീ പിടിക്കാന്നുള്ളത്. അത് ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു ഐഡിയ പെട്ടെന്ന് ഉദിക്കൂല. അപ്പം അത് ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ലൈക്ക് നമ്മളെ ഒരു ഫൈറ്റ് ഇപ്പൊ പറഞ്ഞു നമ്മൾ അടി ചെയ്ത് വരുമെന്ന്, പക്ഷെ നമ്മളെ ഫൈറ്റ് ഭയങ്കര എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് തമാശക്ക് ഫൈറ്റ് ചെയ്യുക, അതാണ് നമ്മളെ ഒരു ബന്ധമാക്കുമെന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കുകയും ചെയ്യാം. നമ്മളെ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതൊരു ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാല്ലേ. സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, പിന്നെ എല്ലാം വെച്ചാ നമുക്ക് എല്ലാ ദൈവങ്ങളുടെ നാമത്തിലും, എല്ലാ നിരീശ്വരവാദ ദൈവങ്ങളുടെ നാമത്തിലും, എല്ലാ മനുഷ്യരുടെ എന്താ പറയാ, എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ ആമസോണിലൊക്കെ സത്യത്തിൽ മരിക്കേണ്ടതായിരുന്നു, മരിച്ചെന്ന് വരെ ന്യൂസ് വന്നു. സത്യത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം. അതെ, ഇപ്പോഴത്തെ വെതറും നമുക്ക് അനുകൂലമാണ്. ഇപ്പൊ സണ്ണി അല്ല അത്യാവശ്യം, അതുകൊണ്ട് നമുക്ക് ഒന്ന് കുറച്ചും കൂടി നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും, ടയർഡ്നെസ് ഇല്ലാതെ. നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ റിവറിൽ ഓൾറെഡി നമ്മുടെ ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സ്പീഡിൽ കുറെ ആൾക്കാർ ഇത് നേക്കഡായിട്ട് വന്ന, നേക്കഡല്ല, ഫുൾ നേക്കഡല്ല, അല്ലാതെ തന്നെ ആളുകൾ വന്നിട്ട് എന്താ പറയുക, സൂര്യൻ കിട്ടാൻ വേണ്ടി അവർ സമ്മറിലാണല്ലോ ഇതുപോലെ വന്ന് കിടക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അതിനു വേണ്ടി കിടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതിന്റെ അടിയിൽ ഷാർക്ക് വെക്കണം. ഈ സാധനം കണ്ടില്ലേ, ഇത് ഇങ്ങോട്ടാണോ സിമ്പിളാണ് കേട്ടോ. ഷാർക്ക് അത്രയേ ഉള്ളൂ, നില്ലടാ. അങ്ങനെ എൻ്റെ യാത്ര ഫുള്ള് ചെളിയായ കേട്ടോ. കിടക്ക് തീർന്നു. നല്ലോണം ചെറിയ ആദ്യമായിട്ടാണ് കേട്ടോ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. മുങ്ങി പോവുമെന്തോ. മുങ്ങിയ അന്നത്തെ പോലെ എൻ്റെ ഫോണും എല്ലാം പോവും. ഓക്കെ ഫൈമേ, ഓക്കെ സെറ്റ്. സെക്കായോ? ഓടിയൂലേ? ഉറപ്പാണോ? ഇല്ലടാ, ഇല്ല.
ഓക്കെ പോയി ഓക്കെ. ഇവിടെ സെറ്റായോ? ഓക്കെ വാ സെറ്റ്. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ആടുന്നു കേട്ടോ, വിചാരിക്കുന്നവരല്ല, മറിയുന്നു. അങ്ങനെ ഫഹീം ആടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം കുറച്ച് മണലുള്ളതുകൊണ്ട് കുറച്ച് പാടാം. വാ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കേരള ഡിലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. അവർ ഫ്രോസൺ ഫിഷ് പല പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. 200+ ഐറ്റംസ് ചെയ്യുന്നുണ്ട് കേട്ടോ കേരള ഡിലൈറ്റ്സ്. കാരണം നമ്മുടെ കേരള ഡിലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ സൂചിപ്പിച്ചേ ഉള്ളൂ കേട്ടോ. സൂചിപ്പിച്ചപ്പോൾ തന്നെ എന്നെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഷംജിത് ബ്രോ താങ്ക് യു. മാത്രമല്ല ഷംജിത് ബ്രോൻ്റെ ഫുഡും അവരുടെ കമ്പനി നല്ലതുപോലെ റൺ ചെയ്തതിൻ്റെ കാരണം പ്രധാനമായിട്ടും നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ തുടങ്ങി. നല്ല സീനായിട്ടുണ്ട് ഇപ്പൊ വെള്ളം. അയ്യോ നല്ല ഒഴുക്കുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇതിൻ്റെ അകത്ത് വെള്ളം വീഴണം കേട്ടോ. അത് ഒരുമാതിരിയുള്ള ഒരു സംഭവം. ഇങ്ങനെ തുഴയുമ്പോൾ വെള്ളമെല്ലാം അകത്ത് വരണം. ഈ തോണിയുടെ ഇതിൽ നിന്നുള്ള ഗോ കയാക്കിഗോ ഇട്ടത് എൻ്റെ കമ്പനിയുമായിട്ട് സാർശ്യമുള്ള നയമാണ് കേട്ടോ. ഗോ കയാക്കിഗോ. മാത്രമല്ല ഗോ നൊമാഡിഗോയുടെ അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇടുന്നില്ല. ഗോ നൊമാഡിഗോയുടെ ട്രിപ്പൊക്കെ ധാരാളം പോകുന്നുണ്ട്. ഇനി അടുത്ത വരുന്നത് നമ്മുടെ കെനിയ ട്രിപ്പുണ്ട്, പിന്നെ ചൈന ട്രിപ്പുണ്ട്, പിന്നെ നമ്മുടെ നമ്മുടെ ടൊമാറ്റോ ഫെസ്റ്റിവൽ ഇല്ലേ സ്പെയിനിൽ. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ടീം നമ്പറിനെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പറുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ എൻ്റെ നമ്പർ എപ്പോഴും മെസ്സേജ് തന്നെ ഞാൻ യാത്രയിലായിരിക്കും. നമ്മുടെ ടീം നമ്പറിനെ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എൻ്റെ ഫോളോവർ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ടീം നമ്പർ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ഓഫറിൽ തന്നെ ആയിരിക്കും തരുന്നത്. ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് ഈ സാധനം ഉപയോഗിക്കും, എൻ്റെ സ്റ്റിക്ക്. നമ്മൾ ഏതൊക്കെ നദിയുടെ മുകളിലൂടെയൊക്കെ പോകുന്നേ. ടൈം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ട്രെയിനൊക്കെ പോകും. ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല, ഇത് വരുമ്പോൾ കടൽ പോലെ ആടും. കടൽ പോലെ വരുമ്പോൾ ആടുമ്പോൾ നല്ല രസമൊക്കെ വന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങൾ, നല്ല പാലത്തിൻ്റെ അടിയിലെല്ലാം നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒഴുക്ക് ഓപ്പോസിറ്റ് സൈഡല്ല. എങ്ങനെയുണ്ട് ഫൈമേ? എന്ത് ടാസ്കാ? വെള്ളം ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. എൻ്റെത് പിന്നെ അനങ്ങുന്നുണ്ട്. ഫഹീമിൻ്റെ ഇത് ഞാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചപ്പോൾ അവൻ എന്നെ കളിയാക്കി കേട്ടോ. നീ എന്നെ കളിയാക്കിയല്ലേടാ. അവിടെ കിടന്ന് തുഴയണം കേട്ടോ. തുഴയാനേ പറ്റുള്ളൂ അതിൽ. ഞാൻ അതുകൊണ്ടാണ് നോക്കി വാങ്ങിച്ചത്. പിന്നെ ഫ്യൂച്ചറിനും കൂടെ വേണ്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. വെള്ളത്തിൽ കുറേ ആവശ്യമില്ലാത്ത ചുഴികളുണ്ട് കേട്ടോ. അതോ ചില ചുഴികളൊക്കെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, സത്യം പറയാമല്ലോ, പേടിച്ചു. കുഴപ്പമില്ല, ഫഹീം വരുവാണ്. കണ്ടില്ലേ, ബോട്ട് പോകുമ്പോൾ ഭയങ്കര കുലുക്കമാണ്, കടല് പോലെ. വൻ സീനാടേ. അയ്യോ 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 അല്ലാ. പേടിയാവുന്നു പടച്ചോനെ. കാരണം ഇവിടെ നല്ല ഒഴുക്ക്. എനിക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വെള്ളത്തിനൊക്കെ കുറച്ച് ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു പേടി പോലെ കേട്ടോ. ഓ കുഴപ്പമില്ലായിരിക്കും.
ഒഴുക്കൊഴുക്ക്. ഓ പിടിക്കില്ലേ. അല്ലാ പേടിയാണ് കേട്ടോ പടച്ചോനെ. എന്താ ഒഴുക്കൊഴുകി. നിങ്ങൾ വിചാരിക്കും ഇത് ക്യാമറ കാണുമ്പോൾ വലിയത് തോന്നൂല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ പമ്പ ഒഴുക്കാ. അല്ലാ ആ കുഴപ്പമില്ല കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ, അള്ളാക്കറിയാം. ക്യാമറ വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒഴുക്കിൻ്റെ അവിടെ എവിടെയെങ്കിലും പോവും. നേരെ തുഴയട്ടെ. സ്ട്രഗിൾസാണ്, എന്തൊക്കെയുണ്ട് ഇവിടെ. തട്ടാൻ ചാൻസ് ഉണ്ട്. തട്ടിയാ അടിപൊളി. ആ വാ വാ. ശേ ദൃശ്യമാ കേട്ടോ. എല്ലാം എന്താ ചിലതിടത്ത് കാലിൻ്റെ അത്ര ഇതേ ഉള്ളൂ. അടിപൊളി ഉള്ളതുകൊണ്ട് ഫഹീം ഇതാ ഫുള്ള് റിഫ്രഷിങ്, ഫുൾ ടൈം റിഫ്രഷിങ്. ഫഹീമിന് ഞാൻ ഫുൾ അടിപൊളി കൊടുത്തു കേട്ടോ. കാണുന്നത് ഫുള്ള് നമ്മുടെ അഴിമതി ഇല്ലാത്ത പാലങ്ങളാണ്. എന്ത് നല്ല രസത്തോടെ ഇരിക്കുന്നത്. വലിപ്പം നോക്കിക്കേ, ക്വാളിറ്റി സത്യമല്ലേ. ഫീൽ ചെയ്യുന്നത് ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ബീഹാറിലൊക്കെ വെച്ച് മാസങ്ങൾക്കകം പൊളിഞ്ഞു വരുന്ന പാലങ്ങളാണല്ലോ അവിടെ ഉള്ള. നമ്മൾ സമ്മതിക്കണം അതല്ലേ. അതിനൊക്കെ ചൈന ചൈന പോയിട്ടേ ഉള്ളൂ. പാലങ്ങൾക്കായാലും എന്തിനായാലും ചൈന ഈസ് ചൈന കേട്ടോ. പാലങ്ങളൊക്കെ അവര് അവര് തന്നെയാണല്ലോ അവിടുത്തെ സ്വേച്ഛാധിപത്യം. അതാണ് ഞാൻ ചില സമയത്ത് ആലോചിക്കും. ചില സമയങ്ങൾക്ക് സ്വേച്ഛാധിപത്യത്തിന് കുറച്ച് നല്ല വശങ്ങളുണ്ട് കേട്ടോ. അത് ഒരാളാകുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ അഴിമതി ചെയ്യണ്ട. പുള്ളിക്കാരൻ മത്സരിക്കുന്നത് പിന്നെ മറ്റ് ലോക നേതാക്കന്മാരുടെ അടുത്ത്. അപ്പം ലോക നേതാക്കന്മാരുടെ അടുത്ത് മത്സരിക്കണമെങ്കിൽ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യങ്ങളെ വലുതാക്കണം, നന്നാക്കണം. അപ്പോൾ അവരുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യും. ഡെമോക്രസി എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തയിലുണ്ട് കുറച്ച് വർഷമേ ഉള്ളൂ, അതിനുള്ളിൽ കട്ടുപിടിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ കമൻറ്റുകളുണ്ടെങ്കിൽ വിലയിരുത്തുക. അടിപൊളി. സീനാണ് കേട്ടോ ഇവിടെ. രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. കാരണം ഇവിടെ ഫുള്ള് കല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തട്ടിയാൽ നമ്മുടെ ഷാർക്ക് പറ്റിയ വാൾവ് വെച്ച് പൊട്ടും. ഇവിടെ പിടിച്ച് കയറ്. ഓ എന്ത് ചെയ്യുമെന്ന് കേട്ടോ, പേടിയാണ്. ഓക്കെ, സ്ഥലം കിട്ടി. എനിക്ക് വഴി കിട്ടി. ഇത് നേരെ അങ്ങ് പോയാൽ മതി. കയറും. അല്ലാ ഇടിക്കല്ലേ ഉടച്ചോനെ. ഓ ഇടിച്ച്. ഓ അടുത്ത കല്ലിൻ്റെ അവിടെ നിന്ന് മാറ്. ഓക്കെ, സീനാണ് കേട്ടോ. കറക്റ്റ് പോയില്ലെങ്കിൽ നല്ല മഴക്കോളുണ്ട്. ചെറിയ ഒഴുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട്. ആ ഒഴുക്കിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ നീന്തി പോകുന്നത്, തൊഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നത്. കയാക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കയാക്ക് എക്സ്പെഡീഷന് പോകുമ്പോൾ കയാക്ക് വാങ്ങുമ്പോൾ ഒരു നല്ല കയാക്ക് തന്നെ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അതിൻ്റെ റിസൾട്ട് ഇപ്പം ഫൈം അത്യാവശ്യം അനുഭവിക്കുന്നുണ്ട്. പാടാണ് കേട്ടോ, അതിട്ട് പാടാം. എൻ്റേത് ചുണ്ടൻ വെള്ളം ഇരിക്കുന്നതുകൊണ്ട് അങ്ങ് കുത്തനങ്ങ് പോകുന്നുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. ഈ നമ്മൾ ഒരു കയാക്ക് വാങ്ങുമ്പോൾ ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ. മീൻ പിടിക്കാനായിട്ട് കുറേ ആൾക്കാർ വരും. അതിന് ലൈസൻസ് കാണും, പക്ഷേ ഒഴുക്കില്ലാത്ത നദി ഇവിടെ. ഹായ്. ഫഹീം പുറകിൽ എന്തോ നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് വെള്ളം ഭയങ്കര ഫോബിയാണെന്ന്. ഫഹീമിനെ കാണാനില്ലല്ലോ. ഇവിടെ ഒരു ഭയങ്കര കുത്തൊഴുക്ക് കേട്ടോ. സത്യത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണല്ലോ, ഞാൻ പേടിച്ചു കേട്ടോ. പേടിത്തൊണ്ടനായിരുന്നു. പേടിച്ച് ഫഹീമും ഇല്ല, അങ്ങ് ദൂരെ കിടക്കുന്നു. എനിക്കെന്തോ ആമസോണിൽ പോയപ്പോൾ പോലും ഇത്ര പേടിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് വന്നപ്പോൾ വെള്ളം എനിക്ക് ട്രോമ അടിക്കുന്നു. ബട്ട് കുറച്ചാളായിട്ട് വെള്ളം ഓക്കെ ആയിരുന്നു. ബട്ട് ഇപ്പം എനിക്കെന്തോ ഭയങ്കര ഒരു ഫോബിയ വരുന്നു കേട്ടോ, ഒരു പേടി വരുന്നു. അന്ന് ഇരുട്ട്, മഴക്കോള്. കുഴപ്പമില്ല,
ആദ്യത്തെ ദിവസമല്ലേ നമ്മൾ നേരാവും. മച്ചി അല്ല കുഴപ്പമില്ല, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടല്ലോ. പിന്നെ നീ പറ, അവന് വയ്യാതെ കേട്ടോ. ഫൈം തളർന്നു, നിർത്തണോന്ന്, സ്റ്റോപ്പ് വേണോന്ന്? ഒന്ന് സൈഡാക്കാരി റെസ്റ്റ് എടുക്കണ്ടേ? പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് ഫൈമിന്. റെസ്റ്റ് എടുക്കാൻ നമുക്ക് എന്നെ ഇവൻ പറഞ്ഞ കേട്ടോ, മാഹിനെ നീ റിഗ്രറ്റ് ചെയ്യുമെന്ന്. ഞാൻ ഈ സാധനം വാങ്ങിച്ചതിന് ഫഹീം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാനിത് വാങ്ങിച്ചുകൊണ്ട് ഇതിൽ നിന്ന് 2 നല്ല സ്റ്റിക്ക് കെട്ടി കേട്ടോ. ഇത് നല്ല സ്റ്റിക്കാണ്. മറ്റേ സ്റ്റിക്ക് നമ്മൾ 160 സ്ലോട്ടിക്കൊക്കെ കൊടുത്ത് വാങ്ങുന്നത് അഴുക്ക സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടുതലാണ്. ഇത് കാർബണാണ് കേട്ടോ. ഞാൻ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് 2 ഇത് കിട്ടി, കാറ്റടിക്കുന്നത് കിട്ടി. അപ്പം നമുക്ക് വേറെ വാങ്ങേണ്ടി വന്നില്ല. മാത്രമല്ല ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ക്വാളിറ്റി എന്നല്ല, ഇതെന്ന് പറയുമ്പോൾ എക്സ്പെഡീഷൻ ഉപയോഗിക്കാനെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലത്തെ അഡ്വഞ്ചറിന് ലോങ് റണ്ണിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ സാധനം നമ്മൾ കുളത്തിലൊക്കെ ഇട്ട് നീന്തി കളിക്കാൻ, ചൊഴിഞ്ഞ് കളിക്കാൻ വേണ്ടി പറ്റിയുള്ള ഒരു സാധനം കിട്ടിയല്ലോ. അടുത്ത ഒഴുക്കെന്ന് പറഞ്ഞാൽ കനത്ത ഒഴുക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഫൈമിൻ്റെ അടുത്ത് പറഞ്ഞതാ ഇതിലൂടെ വരല്ലേ. അവനിത് തിരഞ്ഞെടുത്തു, പണിയും കിട്ടി. അല്ലാ, എൻ്റെ കയാക്ക് ഇടിക്കുമെന്ന്, അതാണ് എനിക്ക് പേടി. കല്ല് കള്ളുമല്ലോ, ബിസ്മില്ലാന്ന് പറഞ്ഞു പോവാം. ഇടിച്ച് കുഴപ്പമില്ല. ഫൈമ പാവം കേട്ടോ, തളർന്ന് കേട്ടോ. ഞാൻ വിചാരിക്കുമ്പോൾ പാവം, അവൻ്റെ കയാക്കെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പാവം, അവൻ തളർന്നു. അങ്ങനെ നമ്മളെ കരയിലോട്ട് എത്തിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് നില്ലടാ, എൻ്റെ ഇത് വെച്ചോട്ടെ, എൻ്റെ ഇത് വന്നേ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോവും. ഓക്കെ, എടുത്തോ. ഓക്കെ, വെക്കോ. എൻ്റെ അമ്മ, എന്ത് പറ്റി കുട്ടാ? നമ്മൾ ആക്ച്വലി വാർസോയിൽ തന്നെയാണ് കേട്ടോ. 10 കിലോമീറ്റർ വന്നില്ല. ഓക്കെ, എന്നാൽ 10 കിലോമീറ്റർ വന്നു. 15 വന്നില്ല. സിറ്റിക്ക് പുറത്തു പോയില്ല. സിറ്റിയുടെ പാലം വരുന്നത് കാണുന്നത്, ഔട്ടിലെ പാലം. വീട്ടിലേക്ക് 20 കിലോമീറ്റർ. അത് കറങ്ങി പോണോണ്ട് നമ്മൾ പുഴയിൽ കൂടെ. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല 20 കിലോമീറ്റർ വന്നു. എന്തായാലും വാ, കയറാം. 20 വന്നില്ല, 15 വന്നു. എൻ്റെ വെയിറ്റ് കയറ്റുന്ന വെയിറ്റാണ് കേട്ടോ. വാവ്, നല്ലൊരു സ്ഥലം, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കേട്ടോ. ഇന്ന് നമ്മൾ രാത്രി അന്തി ഇവിടെ ഉറങ്ങാൻ വേണ്ടിയുള്ളൊരു പ്ലാനാണ്. സൂക്ഷിച്ചേ, ഷാർക്ക് സൂക്ഷിച്ച് വെക്കണേ. ഇവിടെ പോരെ, അവിടെ മറിച്ചിട്ടോ, കുറച്ച് ചരിച്ചിട്ടോ. അവിടെ ഒരു മീൻ പിടിക്കുന്നു. ഈ സാധനം മുകളിലോട്ട് കയറ്റാൻ തന്നെ ഭയങ്കര പാടാ. ഇതിൻ്റെ അടിയിലത്തെ സാധനം അഴിക്കണം. ഇനി ഇതഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. നല്ല പാടാണ്, ഈസി അല്ല. അവൻ പാവം കേട്ടോ, തളർന്നു. ഇവിടെ മഴയ്ക്ക് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടിട്ടുണ്ട്. വെള്ളം കയറി കിടക്കുന്നുണ്ടോ? ഇത് ടൈറ്റാണല്ലോ. ഇത് പാക്കിയ വെള്ളം എല്ലാം അങ്ങോട്ട് പുറത്തോട്ട് പോവും. കണ്ടില്ലേ, ഹോളാണ് കേട്ടോ. വെള്ളം എല്ലാം പുറത്തോട്ട് പോകാനുള്ള ഹോളാണ്. ഇതെല്ലാം ഒന്ന് കഴുകി ഇറക്കണം. ഇത് ഫുള്ള് മണ്ണും ചെളിയും. അങ്ങനെ അവസാനം മണിയറയിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് മണിയറയിൽ എൻ്റെ അതിഥി ഫഹീമാണ് കേട്ടോ. നല്ല മഴയുണ്ട്. അതിഥി അല്ല, നിൻ്റെ അതിഥിയാണ് ഞാൻ. കാരണം ഞാൻ നിൻ്റെ ടെൻറ്റിലാണ് വന്നത്. എൻ്റെ ടെൻറ്റ് ഞാൻ വാർസോയിൽ വെച്ചിട്ട് വന്ന കേട്ടോ. ഇന്നത്തെ നമ്മൾ
ഇന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവൻ്റെ കയാക്ക് വെച്ച് പാടാണ് കേട്ടോ. ഞാൻ നാളെ ഒന്ന് അവൻ്റെ കയാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ എന്നെ പുച്ഛമായിരുന്നല്ലേടാ ഞാൻ കയാക്ക് വാങ്ങിച്ചപ്പോ. അയ്യോ, ഇപ്പൊ നീ അത് തിരിച്ചെടുത്തില്ലേ? തിരിച്ചെടുത്തു. എടുത്തേ പറ്റൂ. വിചാരിക്കുന്നതല്ല കേട്ടോ, ഞാനത് യൂസ് ചെയ്തില്ലല്ലോ. അത് യൂസ് ചെയ്താൽ മനസ്സിലാവും ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ ഇതാണ്ട് ഫൈം ഭാഗ്യത്തിന് 2 മാട്രസ് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചു. നമ്മുടെ കയാക്കിങ് പുറത്ത് വെച്ചു. ആരെങ്കിലും രാത്രി അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്ന് തുടച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. മഴ ആയതുകൊണ്ട് ഇനി തുടയ്ക്കാനൊന്നും നിന്നില്ല. ഇവിടെ രാത്രിയായപ്പോൾ ചായ ഉണ്ടാക്കി തുടങ്ങി. പാലെല്ലാം കുളമായി. ഇതോ കൊണ്ട് കളയാണ് ഫൈം. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തുനിന്ന്. ഫസ്റ്റ് ദിവസം കോഫി ഫഹീം ഡാർക്ക് ഫാൻറ്റസി ഇവിടെ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡാർക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടം. ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു. ഇന്ന് ഇവിടെ അലേർട്ട് എന്തൊക്കെയുണ്ട്, മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. പുഴ നല്ലതുപോലെ ഒഴുകുന്നു. നല്ല രസമുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്.